ഹലോ പ്രിയപ്പെട്ടവരെ, നമസ്കാരം. ഇന്നത്തെ ഒരു വൃക്ഷപരിചയ സെഗ്മെൻ്റാണ്. എല്ലാവർക്കും വീഡിയോയിലേക്ക് ഹാർദമായ സ്വാഗതം. ഇത് കണ്ടില്ലേ, ഒന്ന് അടുത്ത് കാണിച്ച്. കണ്ടില്ലേ, ഡിസെൻട്രി ബാർക്ക്, പാരഡൈസ് വുഡ്, ബിറ്റർ വുഡ് എന്ന പേരിലൊക്കെ അറിയപ്പെടുന്നൊരു വൃക്ഷമാണിത്. ഒരുപാട് പ്രായമൊന്നുമില്ല, ഏകദേശം ഒരു 25 അടിയോളം ഉയരത്തിലൊക്കെ വളർച്ച പ്രാപിക്കുന്നൊരു എന്താ പറയുക, പന്തലിച്ച് വളരുന്ന ഒരു തരം വൃക്ഷമാണിത്. ശരിക്കും ഇത് പറയുകയാണെന്നുണ്ടെങ്കിൽ ഒരു അമേരിക്കക്കാരനാണ്, വിദേശിയാണ് ആൾ. എങ്കിലും കുറച്ച് കാലമായിട്ട് നമ്മുടെ നാട്ടിലെമ്പാടും തന്നെ വ്യാപകമായിട്ട് ഇതുപോലെ പാതയോരങ്ങളിലും ക്ഷേത്രാങ്കണങ്ങളിലും ഒക്കെ ധാരാളമായിട്ട് വെച്ച് പിടിപ്പിച്ചിട്ടുണ്ട് ഈ ഒരു വൃക്ഷം. ഇതിന് ഒരുപാട് പ്രത്യേകതകളുണ്ട്, അത് പറയാം. നമ്മുടെ നാട്ടിൽ ഈ മരം അറിയപ്പെടുന്നത് ലക്ഷ്മി തരു എന്നുള്ള പേരിലാണ്. ഭാരതത്തിന്റെ പരിസ്ഥിതിയിൽ ലക്ഷ്മി തരു എന്നുള്ള പേര് തന്നെ സമൃദ്ധിയെ കുറിക്കുന്നു. സമ്പത്തിന്റെയും ക്ഷേമത്തിന്റെയും ഒക്കെ പ്രതീകമായിട്ട് പുരയിടങ്ങളിൽ ഈ മരം വച്ചുപിടിപ്പിക്കുന്നത് ചുറ്റുപാടുകളിലേക്ക് പോസിറ്റിവിറ്റി കൊണ്ടുവരുമെന്നുള്ളത് വിശ്വാസത്തിലാണ്. ഭാരതത്തിൽ ഈ മരത്തിന്റെ ഉപയോഗ സാധ്യതകളെ കുറിച്ച് പഠന പ്രചാരണ പ്രവർത്തനങ്ങൾ നടത്തിയിട്ടുള്ളത് കാർഷിക ഗവേഷകരായിട്ടുള്ള ഡോക്ടർ ശ്യാമസുന്ദർ ജോഷിയും ഭാര്യ ഡോക്ടർ ശാന്തയും ചേർന്നാണ്. ഇതേ തുടർന്ന് ആർട്ട് ഓഫ് ലിവിംഗ് പ്രസ്ഥാനം വൃക്ഷത്തൈ നട്ടുപിടിപ്പിക്കാനും മറ്റും ഒരു നേതൃത്വം തന്നെ കൊടുക്കുകയുണ്ടായി. ഈ പ്രസ്ഥാനമാണ് ലക്ഷ്മി തരു എന്നുള്ള പേര് നൽകിയതായിട്ട് പറയുന്നത്. മാർച്ച് ഏപ്രിൽ മാസങ്ങളിൽ പൂവിടുന്ന ലക്ഷ്മി തരുവിൽ ഭക്ഷ്യയോഗ്യമായ കായ്കൾ തന്നെയാണ്, മധുരമുള്ള കായ്കൾ തന്നെയാണ് ഉണ്ടാകുന്നത്. കുരുവിൽ നിന്ന് കിട്ടുന്ന എണ്ണയും ഭക്ഷ്യയോഗ്യമാണ്, കൊഴുപ്പ് കുറഞ്ഞ എണ്ണയാണ് എന്നുള്ളത് ഒരു പ്രത്യേകതയാണ്. വ്യാവസായികമായിട്ട് നിരവധി കാര്യങ്ങൾക്കായിട്ട് ലക്ഷ്മി തരു മരം പ്രയോജനപ്പെടുത്തുന്നുണ്ട്. ബയോഡീസൽ നിർമ്മാണത്തിനും, തീപ്പെട്ടി നിർമ്മാണം, കളിപ്പാട്ട നിർമ്മാണം, പേപ്പർ ഇൻഡസ്ട്രിയിലേക്കുള്ള പൾപ്പ് നിർമ്മാണം, സോപ്പ്, ഡിറ്റർജന്റ്, ലൂബ്രിക്കന്റ്, ചാർക്കോള്, പാർട്ടിക്കിൾ ബോർഡുകൾ തുടങ്ങി നിരവധി വസ്തുക്കളുടെ നിർമ്മാണത്തിന് അസംസ്കൃത വസ്തുവായിട്ട് ഈ മരം ഉപയോഗിക്കപ്പെടുന്നുണ്ട്. നമ്മളെ അത്ഭുതപ്പെടുത്തുന്നൊരു അറിവ് തന്നെയാണ്. കാരണം ഇതൊന്നും ഇത്ര പ്രചാരം കിട്ടിയ വാർത്തകളേ അല്ല ഒരിക്കലും. മറ്റൊരു പ്രധാനപ്പെട്ട അറിവ് പങ്കുവയ്ക്കാനുള്ളത്, ലക്ഷ്മി തരു ഇന്ത്യയിലെ ക്യാൻസർ ചികിത്സയ്ക്ക് ഔഷധമായിട്ട് ഉപയോഗപ്പെടുത്തുന്നു എന്നുള്ളത് വാർത്തകളിലൊക്കെ മുൻപ് ധാരാളമായിട്ട് കേട്ടിരുന്നു. അതിലെ ശാസ്ത്രീയതയും ഫലപ്രാപ്തിയും എത്രത്തോളം ഉണ്ടെന്ന് മനസ്സിലാക്കാനായിട്ട് കഴിഞ്ഞില്ല. നിങ്ങൾക്കൊക്കെ അറിയുമെങ്കിൽ അതൊരു കമൻ്റായിട്ട് രേഖപ്പെടുത്തിക്കോളൂ. അതുകൂടാതെ തന്നെ ചർമ്മ സംരക്ഷണത്തിനായിട്ട് ലക്ഷ്മി തരു ഇല പേസ്റ്റ്, എണ്ണ എന്നിവയൊക്കെ ഉപയോഗിക്കുന്നുണ്ട്. ഇപ്പം ഞാനിത് പറഞ്ഞു എന്ന് കരുതി ആരും ഇല അരച്ച് പുരട്ടേണ്ട കാര്യമില്ല കേട്ടോ. അത് ചെയ്ത് അനുഭവം സിദ്ധിച്ചിട്ടുള്ള ആളുകളോട് അവരുടെ വിശേഷങ്ങൾ പങ്കുവെച്ച് കേട്ടതിന് ശേഷം മാത്രം ഉപയോഗിച്ച് നോക്കുക. അതായിരിക്കും ഉത്തമമായിട്ടുള്ളതെന്നുള്ളത് എനിക്ക് പറയാനുള്ളത്. അന്വേഷിച്ചിട്ട് ലഭ്യമാകാതിരുന്ന ഒരു വിവരം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഇതിൻ്റെ പ്രാദേശികമായിട്ടുള്ള എന്തെങ്കിലും പണി ഉപയോഗങ്ങൾ, മരപ്പണിയിലെ ഉപയോഗ സാധ്യതകളാണ് അന്വേഷിച്ചിട്ട് ലഭ്യമാകാതിരുന്നത്. അതായത് കളിപ്പാട്ട നിർമ്മാണത്തിൽ ഉപയോഗിക്കപ്പെടുന്നു എന്നുള്ളൊരു വിവരം കിട്ടിയതല്ലാതെ നമ്മുടെ നാട്ടിലെങ്ങും ഇങ്ങനെ ഒരു മരത്തിൻ്റെ ഉരുപ്പടി വെച്ചിട്ട് എന്തെങ്കിലുമൊക്കെ ഉണ്ടാക്കുന്നതായിട്ട്, പണിക്ക് ഉപയോഗിക്കുന്നതായിട്ടുള്ള അറിവ് ലഭിച്ചിട്ടില്ല. അതും നിങ്ങൾക്ക് ആർക്കെങ്കിലും അറിയുമെങ്കിൽ തീർച്ചയായിട്ടും കമൻറ്റ് ചെയ്യാൻ മറക്കരുത്. അങ്ങനെ എല്ലാ അർത്ഥത്തിലും ഒരു കൽപ്പവൃക്ഷം എന്ന് തന്നെ വേണമെങ്കിൽ പറയാവുന്ന ലക്ഷ്മി തരുവിൻ്റെ ശാസ്ത്രീയ നാമം സിമറൂബ ഗ്ലോക്ക എന്നാണ്. ഈ വിശേഷങ്ങളെല്ലാം കേട്ട് കഴിഞ്ഞപ്പോൾ നിങ്ങളുടെ വീട്ടിലും ഒരു തൈ വെച്ച് നട്ടു വളർത്തണമെന്നുള്ളൊരു ആഗ്രഹം നിങ്ങൾക്ക് തോന്നുന്നില്ലേ? ഒട്ടും പഠിക്കണ്ട, നട്ടു വളർത്തിക്കോളൂ. അപ്പോൾ ഈ ചെറിയ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് തന്നെ കരുതുന്നു. ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായിട്ടും നിങ്ങളുടെ കമൻറ്റുകളൊക്കെ ഒന്ന് കുറിക്കുക. ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്തുകൊണ്ട് സപ്പോർട്ട് ചെയ്യുന്നതായിരുന്നു പരിഗണിക്കുക. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണും വരെ എല്ലാവർക്കും നന്ദി, നമസ്കാരം.